കുരിശിൻ്റെ തണലിൽ വിടരുന്ന പുഷ്പം. സ്നേഹസമ്പന്നരായ മാതാപിതാക്കളുടെയും വാത്സല്യത്താൽ വീർപ്പുമുട്ടിച്ചിരുന്ന ചേച്ചിമാരുമായിരുന്നു കൊച്ചുത്രേസ്യയ്ക്ക് ഉണ്ടായിരുന്നത്. അമ്മ ലേസ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നുകൊണ്ടും അപ്പച്ചൻ രത്നവ്യാപാരിയായിരുന്നുകൊണ്ടും നല്ല സാമ്പത്തിക സുരക്ഷിതത്വം അവർക്കുണ്ടായിരുന്നു. സന്തോഷവും സമാധാനവും നിറഞ്ഞ കുടുംബമായിരുന്നു മാർട്ടിൻ കുടുംബം. മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടേതൊരു മാതൃകാ കുടുംബമായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായ ജീവിതാനുഭവങ്ങളും വിരഹദുഃഖങ്ങളും ആ കുടുംബത്തെ വല്ലാതെ ഉലച്ചു. കൊച്ചുത്രേസ്യയ്ക്ക് 4.5 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിച്ചത്. പിന്നീട് അവളെ സംബന്ധിച്ച് ദുഃഖത്തിൻ്റെ നാളുകളായിരുന്നു. പിതാവും ചേച്ചിമാരും കൊച്ചുത്രേസ്യയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും അവരറിയാത്ത ഒരു മ്ലാനത അവളെ ഗ്രസിച്ചിരുന്നു. പലപ്പോഴായി ശാരീരിക രോഗങ്ങളും അവളെ പിടികൂടിയിരുന്നു. ബോർഡിംഗ് ജീവിതവും സ്കൂൾ പഠനകാലവും അവളെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെ കാലഘട്ടമായിരുന്നു. കൊച്ചുത്രേസ്യ ചേച്ചിമാർ ഓരോരുത്തരായി അവളെ വിട്ടുപിരിഞ്ഞ് മഠത്തിലും ചേർന്നപ്പോൾ എന്തെന്നില്ലാത്ത ദുഃഖം അവളിലുണ്ടായി. അപ്പച്ചൻ്റെയും സെലിൻ ചേച്ചിയുടെയും പിരിഞ്ഞുള്ള ജീവിതം അവളെ സംബന്ധിച്ച് അചിന്തനീയമായിരുന്നു. യേശുവിനോടുള്ള സ്നേഹത്താൽ ആ സഹനങ്ങളെ അവൾ ഹൃദയത്തിൽ സ്വീകരിച്ചു. ലിസിയിലെ കർമ്മരാമഠത്തിൽ ചേർന്ന അവൾ ജീവിതാവസാനം വരെ അവൾ പല രീതിയിലും സഹനത്തിലൂടെ പോകേണ്ടി വന്നിട്ടുണ്ട്. ശാരീരികമായ അസുഖങ്ങൾ, മാനസികമായ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ, എളിമപ്പെടുത്തലുകൾ, കഠിനമായ കാലാവസ്ഥ, ഇവയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ട കമ്പിളി വസ്ത്രങ്ങളുടെ കുറവ്, സഹോദരിമാരിൽ നിന്നും ഏൽക്കേണ്ടി വന്ന കുറ്റപ്പെടുത്തലുകൾ, ശാസനകൾ, ഇങ്ങനെ പല വിധത്തിലുള്ള സഹനത്തിലൂടെ അവൾ കടന്നു പോകേണ്ടി വന്നു. തൻ്റെ സ്നേഹനാഥനു വേണ്ടി അനുദിനം ഉണ്ടായിക്കൊണ്ടിരുന്ന സഹനങ്ങളെ കൊച്ചുത്രേസ്യ സസന്തോഷം സ്വീകരിച്ച് കുരിശിലെ യേശുവിൻ്റെ സഹനത്തോടൊപ്പം ദൈവപിതാവിനെ സമർപ്പിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.